തൻ്റെ ബുള്ളറ്റിൽ ചാരിയിരുന്ന ഒരു പഫെടുത്ത് അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അരുൺ. അരുണിന്റെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന പെണ്ണിൽ ഉടക്കി നിന്നു. തൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലെന്ന് പ്രഖ്യാപിക്കുന്ന താരയിലായിരുന്നു അവൻ്റെ നോട്ടമത്രയും. ഇത്രയൊന്നും പോരാ ജോർജ്, എനിക്കിനിയും വേണം. ആ ബ്രാൻഡഡ് മേക്കപ്പ് കിറ്റും ലിപ്സ്റ്റിക് ഷെയ്ഡുകളും ഞാൻ പറഞ്ഞതല്ല നിന്നോട് വാങ്ങാൻ, അതും കൂടി എനിക്ക് വേണം. അവൾ നീട്ടിക്കൊടുത്ത ലിസ്റ്റിലേക്ക് നോക്കി ജോർജ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ദേഷ്യം അപ്പോഴും കലർന്നിരുന്നു. നിനക്കിത് എത്രാമത്തെ തവണയാണ് ഞാൻ വാങ്ങിത്തരുന്നത് താര? പണം ഇങ്ങനെ ആവശ്യമില്ലാതെ ചെലവാക്കാൻ എൻ്റെ കയ്യിൽ മരമൊന്നുമില്ലാതിന്. അല്ല, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയതാ. നിന്റെ തന്തയെ പോലെ വായിട്ട് അലച്ച് എല്ലാവരുടെയും കയ്യിൽ പോയി വാരിയിട്ടല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ജോർജിന്റെ ശബ്ദം ഉയർന്നു. താര പുറമേ ചിരിച്ചെങ്കിലും ഉള്ളിൽ കനലെരിയുന്നുണ്ടായിരുന്നു അവളുടെ. ആ നിമിഷം താനറിയാതെ തന്നെ അവളുടെ മനസ്സ് അരുണിലേക്ക് പാഞ്ഞു. അരുൺ താൻ എന്താവശ്യപ്പെട്ടാലും മറു ചോദ്യമില്ലാതെ വാങ്ങിത്തരുന്നവൻ, തൻ്റെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളായി കണ്ടവൻ. പക്ഷേ ജോർജ്, അയാൾക്ക് അയാളുടെ അമ്മയും കുടുംബവും മാത്രമാണ് വലുത്. തൻ്റെ ആഗ്രഹങ്ങൾക്ക് അവിടെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ചിന്തകളിൽ മുഴുകി നിൽക്കെയാണ് അപരിചിതമായ ബുള്ളറ്റിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചത്. ആ ഇരമ്പൽ അവളുടെ നെഞ്ചിടിപ്പിന് വേഗത കൂട്ടി. തിരിഞ്ഞു നോക്കിയ താരയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തുപോയി. അരുൺ, അവളുടെ നാവൊന്ന് കുഴഞ്ഞു. അകലെ ബുള്ളറ്റിലിരുന്ന് തങ്ങളെ തന്നെ നോക്കുന്ന അരുണിനെ കണ്ടപ്പോൾ താരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ജോർജിനോട് താൻ നടത്തിയ തർക്കങ്ങളും പറച്ചിലുകളുമെല്ലാം അവൻ കേട്ടു കാണുമോ? അരുണിന്റെ ആ ശാന്തമായ നോട്ടം അവളുടെ ഉള്ളിലെ കുറ്റബോധത്തെ തന്നെ ഉണർത്തി. തൻ്റെ എടുത്തുചാട്ടം തനിക്ക് തന്നെ വിനയാക്കുകയാണെന്ന് അവൾ ഭയന്നു. സ്നേഹിച്ചവനെ വഞ്ചിച്ചതിൻ്റെ നീറ്റിലും പുതിയ ബന്ധത്തിലെ പൊരുത്തക്കേടുകളും ഒരുപോലെ അവളെ ആ നിമിഷം ശ്വാസം മുട്ടിച്ചിരുന്നു. ജനൽ ചില്ലകൾക്കിടയിലൂടെ അരിച്ചെറിഞ്ഞ സായാഹ്ന സോഫയുടെ വൃദ്ധത്വത്തിലേക്ക് ചായുറങ്ങുകയാണ് അഗ്നി. അടഞ്ഞ മിഴികൾക്കുള്ളിൽ മാളവികയുടെ മുഖം ഒരു നീർക്കുമിള പോലെ തെളിഞ്ഞു നിന്നു. ഇളം മഞ്ഞ നിറത്തിലുള്ള സാരിൽ ഒരു സ്വപ്നശില്പം പോലെ അവൾ തനിക്ക് നേരെ കൈകൾ നീട്ടുന്നു. ആ വിരൽത്തുമ്പുകൾ തൻ്റെ നെറ്റിയിൽ തൊടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഒരു തണുത്ത സ്പർശനം യാഥാർത്ഥ്യമായി അവൻ്റെ ചർമ്മത്തിലേക്ക് പടർന്നു. മനസ്സ് ആ നിമിഷം മന്ത്രിച്ചു പോയി. മാളവിക, ഒടുവിൽ നീ എന്നെ തൊട്ടിരിക്കുന്നു. അഗ്നി! ആ വിളിയിൽ ഒരു ഇടിമുഴക്കം പോലെ അവൻ്റെ കാതുകളിൽ പതിച്ചത്. അത് മാളവികയുടെ സ്വരമായിരുന്നില്ല. ഞെട്ടിപ്പിടഞ്ഞു കണ്ണു തുറന്ന് അഗ്നി കണ്ടത് തൊട്ടടുത്തുനിന്ന് പുഞ്ചിരിക്കുന്ന നയനയാണ്. അനുവാദം ചോദിക്കാതെ തൻ്റെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറിയവൾ. ആ നിമിഷം ഉള്ളിലുണ്ടായിരുന്ന പ്രണയാത്മകമായ സ്വപ്നം കരിഞ്ഞു പോവുകയും പകരം അഗ്നിപർവ്വതം കണക്കെ ദേഷ്യം ഇരച്ചു കരയുകയും ചെയ്തു. അവൻ അവളുടെ കൈ പരുഷമായി തട്ടിമാറ്റി. സോഫയിൽ നിന്നും എണീറ്റു. നയന ഒന്ന് വിറച്ചു. അവൻ്റെ കണ്ണുകളിൽ കനൽ അവളെ പൊള്ളിച്ചു. Who the hell are you? Touch me. How could you enter my room with my permission? അഗ്നിയുടെ ശബ്ദം ആ മുറിയുടെ ചുവരുകളിൽ തട്ടിപ്രതിഫലിച്ചു. വിദേശി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള അവൻ്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളിൽ അടങ്ങാത്ത അമർഷം നിറഞ്ഞു നിന്നു. ഇന്നലത്തെ അവളുടെ അമിതമായ ശരീരപ്രദർശനം കണ്ടപ്പോൾ തന്നെ അവനിൽ ഉടലെടുത്ത വെറുപ്പ് ഇപ്പോൾ ഉച്ചസ്ഥാനിയായി. ഐം സോറി അഗ്നി, നിനക്ക് സുഖമില്ല കരുതി ഞാൻ വെറുതെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയതാ. നയന വിക്കി വിക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. വാട്ട് ദ? അഗ്നിയുടെ വാക്കുകൾ പകുതിയിൽ നിർത്തി. മുന്നിൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന ബോധം അവനെ കൂടുതൽ ആക്രോശിക്കുന്നതെന്നും തടഞ്ഞു. വാതിക്കൽ വിവേകിന്റെ സാന്നിധ്യം കണ്ടതും അഗ്നിയുടെ നിയന്ത്രണം പാടെ വിട്ടുപോയി. മേ ഐ കം ഇൻ സർ? വിവേക് പരുങ്ങലോടെ ചോദിച്ചു. വിവേക്, വാട്ട്സ് യുവർ റോൾ ഇൻ ദിസ് റൂം? അഗ്നി ഒരു വന്യമൃഗത്തെ പോലെ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. സർ, ഐ ആം യുവർ മാനേജർ. അപ്പോൾ തൻ്റെ റോൾ തനിക്കറിയാമല്ലേ? എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? നയനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും വന്ന് കാണണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ എൻ്റെ കിടപ്പറയിലേക്ക് താൻ നയിക്കുമോ? സർ, മാം വെറുതെ ഒരു അപരിചിതയല്ലല്ലോ, ബിസിനസ് പാർട്ട്ണറല്ലേ നിങ്ങളുടെ. പിന്നെ സാറിൻ്റെ ഗേൾഫ്രണ്ടാണെന്നും വിവാഹം കഴിക്കുന്നു പോകുന്ന ആളാണെന്നും കേട്ടതുകൊണ്ടാണ് ഞാൻ. വിവേക് പറഞ്ഞു തീർക്കും മുമ്പേ അഗ്നി അതിൽ ഇടപെടാൻ തുടങ്ങി. ബിസിനസ് പാർട്ട്ണർ? വോ, ഈ വീട്ടിൽ തന്നോട് ആരാടോ പറഞ്ഞത്? ഞാൻ അറിയാതെ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ തനിക്കാരാ അധികാരം തന്നത്? സാർ, മാളവിക വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇല്ലാത്ത മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും സാർ അവൾക്കായി സമയം മാറ്റിവെച്ചപ്പോൾ ഞാൻ കരുതി നയന മാമിനും മാളവികയെ പോയാലോ എനിക്ക് ഇവൾ. അഗ്നിയുടെ ആ ചോദ്യം അവിടെ ഒരു നിശബ്ദത വിതറി. ആ വാക്കുകൾ നയനയോടുള്ള പുച്ഛവും മാളവികയോടുള്ള ആഴമേറിയ പ്രണയവും
ഒരുപോലെ കലർന്നിരുന്നു. താൻ വെറുമൊരു ഇന്നലെ പരിചയക്കാരി മാത്രമാണെന്ന സത്യം നയനയുടെ മുഖത്തടിച്ച പോലെ അഗ്നി വ്യക്തമാക്കി. ഇവളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആകെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. ഒരാൾക്ക് എൻ്റെ സമ്മതമില്ലാതെ ഈ മുറിയിൽ പ്രവേശനമില്ല. തൻ്റെ സർവീസ് ഇവിടെ അവസാനിക്കുന്നു എന്ന് കരുതിക്കോ. മുഖം വെട്ടിച്ച് അഗ്നി തൻ്റെ റൂമിലേക്ക് കയറി വാതിൽ ആഞ്ഞടച്ചു. ആ ശബ്ദം ഒരു വിധിന്യായം പോലെ അവിടെ തങ്ങി നിന്നു. വിവേകും നയനയും പരസ്പരം ഒന്ന് നോക്കി. നയനയുടെ ഉള്ളിൽ അപമാനത്തിൻ്റെ കനലെരിയുമ്പോൾ പുറമെ ഒരു പുച്ഛച്ചിരിയോടെ അവൾ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. പക്ഷേ അഗ്നിയുടെ മനസ്സിൽ അപ്പോഴും മാളവികയുടെ ആ പഴയ ഇളമഞ്ഞ സാരിയുടെ തുമ്പ് മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. കിടക്കാൻ ഞാൻ തട്ടി വിരിച്ചിട്ടുണ്ട്. നീ ഇത് എവിടെ പോയിരിക്കുകയാ വസു? ഏറെ നേരമായിട്ടും മകനെ അകത്തേക്ക് കാണാത്തപ്പോൾ സേതുലക്ഷ്മി തെല്ലുറക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അത്രയും സമയം നെഞ്ചിൽ കൈവച്ചു ശ്വാസം പോലും വിടാൻ മറന്ന് തൂണും ചാരി നിന്ന വസുദേവനൊന്ന് ഞെട്ടിപ്പോയി. രാത്രിയുടെ തണുപ്പുള്ള അന്തരീക്ഷത്തിലും അവനാകെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു കണ്ടപ്പോൾ സേതുലക്ഷ്മിയുടെ നെഞ്ചൊന്ന് പിടച്ചിലുണ്ടായി. പോറ്റി വളർത്തിയ മകൻ ഒരു പെണ്ണിനു വേണ്ടി ഇങ്ങനെ ഒരുക്കുന്നത് കാണാനുള്ള ത്രാണി ആ അമ്മയ്ക്ക് അപ്പോഴുമില്ലായിരുന്നു. എന്താ വാസു, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? നീ ഇതുവരെ വിട്ടില്ലേ? പിന്നെ ആ ഒരുമ്പെട്ടവളെ കുറിച്ചോർത്ത് ഇരിപ്പാണോ ഇനിയും നീ? വല്ലാത്തൊരു ഈർഷ്യത്തോടെ ചോദിക്കുമ്പോൾ മകൻ്റെ അവസ്ഥക്ക് കാരണമായ ശരണ്യ മാത്രമാണെന്ന് അവർ അപ്പോഴും ഉറപ്പിച്ചിരുന്നു. സേതുലക്ഷ്മിയും വാക്കുകൾ വെറുപ്പിനേക്കാൾ ഉപരി സ്വന്തം മകനോടുള്ള സങ്കടമായിരുന്നു നിറഞ്ഞു നിന്നത്. മകൻ്റെ ജീവിതം ഒരു പെണ്ണ് വന്ന് തകർക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ നിസ്സഹായാവസ്ഥ. എന്നാലും നിനക്കത് എന്തിൻ്റെ കേടാ വസു? കാണാൻ നന്ന് എന്നല്ലാതെ അവൾക്ക് വേറെ എന്തുണ്ടായിട്ടാ? കാര്യം നീ താലി കെട്ടിയവൾ തന്നെയാ. പക്ഷെ തന്തയുടെ സ്വത്തും മുതലും കണ്ട് അഹങ്കാരത്തിൽ നടക്കുകയല്ല അവൾ. ഒരു തരത്തിൽ പറഞ്ഞ അവൾ ഒഴിഞ്ഞു പോയത് നന്നായി. നിന്റെ നിലക്കും വിലക്കും ചേർന്ന ഒരു പെണ്ണൊന്നുമല്ല അവൾ. ആദ്യം അവളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമായിരുന്നു. എങ്കിൽ നിനക്ക് ഗതി വരില്ലായിരുന്നു. അവരുടെ സ്വരമിടറി. മകൻ്റെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചിട്ട് അവൾ വിതച്ച കണ്ണുനീർ ഓർക്കുമ്പോൾ അവരുടെ ഉള്ളം പുകഞ്ഞു. എങ്ങനെ നോക്കിയാലും അവളെ ഇനി വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. അവൾ വന്നാൽ നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. എന്തിനാ വെറുതെ തൻ്റെ ഇഷ്ടം മാത്രം നോക്കി നടക്കുന്ന അങ്ങനെ ഒരു ബാധ്യത നീ ചുമക്കാൻ നിൽക്കുന്നേ? അവൾക്കിപ്പോൾ ദേവശ്രീയോടുള്ള ദേഷ്യത്തിൽ എങ്ങോട്ടും പോയതല്ലേ? പോട്ടെ, നീ ഇതിനെ ഓർക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഈ അമ്മ കണ്ടുപിടിച്ചു തരും. അല്ലാതെ അവളിനി അമ്മ പറഞ്ഞു തീർക്കും മുമ്പ് വസുദേവൻ പൊട്ടിത്തെറിച്ചു. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? അവൻ്റെ ശബ്ദത്തിൽ രൂക്ഷത കേട്ട് സേതുലക്ഷ്മി വിറച്ചുപോയി. അവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും കലങ്ങിയിരുന്നു. ഒന്ന് തന്നെ കിട്ടി എനിക്ക് മതിയായി. മനുഷ്യനിവിടെ ശ്വാസം മുട്ടിയിരിക്കുമ്പോഴാ അമ്മയുടെ ഒരു അടുത്ത കല്യാണം. ഇനി ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും മിണ്ടി പോകരുത്. മകൻ്റെ ആ തകർന്ന നിലവിളി കേട്ട് സേതുലക്ഷ്മി സ്തംഭനായി നിന്നു. സ്വന്തം മകനെ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴും അവനിൽ നിന്നുണ്ടായ മറുപടി അവരുടെ അമ്മ മനസ്സിൽ വലിയൊരു നോവായി ബാക്കിയായി നിന്നു.